കരൾ രോഗം കാരണം ദുരിതം അനുഭവിക്കുകയാണ് തൃശൂർ അടാട്ട് സ്വദേശി രാധാകൃഷ്ണൻ. ജീവിതത്തിലേക്ക് തിരിച്ചുവരാൻ രാധാകൃഷ്ണന് കരൾ മാറ്റിവെക്കണം. ശസ്ത്രക്രിയയ്ക്കായി 25 ലക്ഷം രൂപ ആവശ്യമുണ്ട്. ജപ്തി നോട്ടീസ് ലഭിച്ച വീട്ടിൽ സുമനസുകളുടെ സഹായം കാത്തു കഴിയുകയാണ് രാധാകൃഷ്ണനും കുടുംബവും. തൃശൂർ ശക്തൻ മാർക്കറ്റിൽ ടയർ കച്ചവടക്കാരനായിരുന്നു രാധാകൃഷ്ണൻ. 2 വർഷം മുൻപ് കാലിൽ നീര് വന്ന ഇരുകാലുകളും ചലിപ്പിക്കാൻ പ്രയാസമായി. മെഡിക്കൽ കോളേജിലെത്തി സ്കാനിംഗ് നടത്തിയപ്പോഴാണ് കരൾ രോഗമാണെന്ന് മനസ്സിലായത്. എത്രയും പെട്ടെന്ന് കരൾ മാറ്റിവെക്കാനായിരുന്നു ഡോക്ടർമാരുടെ നിർദ്ദേശം. കാലുമ്പ് നീരാണ് നമുക്ക് ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്നത്. കാലുമ്പ് നീര് കാണിച്ചപ്പോഴാണ് നമ്മൾ കണ്ടത്, ഇതിനെപ്പറ്റി അറിഞ്ഞത്. മെഡിക്കൽ കോളേജിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം. അത് കാണിച്ചപ്പോൾ അവർ പെട്ടെന്ന് സ്കാൻ ചെയ്യാൻ പറഞ്ഞപ്പോഴാണ് നമുക്കത് ലിവർ കംപ്ലീറ്റ് പോയി കിടക്കുകയെന്ന് അവർ പറഞ്ഞത്. എത്ര പെട്ടെന്ന് ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞു. ഡോക്ടർ രണ്ടാമത് കണ്ടപ്പോൾ പറഞ്ഞു എത്ര പെട്ടെന്ന് മാറ്റുകയാണ് നല്ലത്, ലിവർ മാറ്റി വയ്ക്കണം തന്നെ പറഞ്ഞത്. അസുഖം ആരംഭിച്ച് 2 വർഷം പിന്നിട്ടിട്ടും ശസ്ത്രക്രിയ നടത്താനുള്ള പണം സമാഹരിക്കാനായില്ല. 25 ലക്ഷം രൂപയോളം ചിലവ് വരും. അമ്മയും അച്ഛനും ഭാര്യയും 11 വയസ്സുള്ള മകളും അടങ്ങുന്ന കുടുംബത്തിന്റെ ഏക അത്താണിയായിരുന്നു രാധാകൃഷ്ണൻ. കുടുംബത്തിനൊന്നും ചെയ്യാടുക്കില്ല. സഹായം കിട്ടാണ്ട് ഞങ്ങൾക്കൊരു ഭാഗവുമില്ല. കച്ചവട ആവശ്യങ്ങൾക്കായി ലോൺ എടുത്തിരുന്നു. രോഗബാധിതനായതിനെ തുടർന്ന് ലോൺ തിരിച്ചടയ്ക്കാനായില്ല. ഇപ്പോൾ വീടും സ്ഥലവും ജപ്തി ഭീഷണിയിലാണ്. നമ്മൾ ലോൺ എടുക്കാനായിട്ട് ചെന്നപ്പോഴേ അപ്പോൾ ഇങ്ങനെ ഫണ്ട് ഭയങ്കര 13 ലക്ഷം രൂപയുണ്ട്. കുടിശ്ശിക തന്നെ കുറേ പൈസ വരുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് അതിമ പുതുക്കിയെടുക്കാൻ പറ്റാത്ത അവസ്ഥയായി. കൂട്ടുപലിശയും പലിശയ്ക്കായിട്ട് 13 ലക്ഷം രൂപയായി കടായി. അത് അപ്പോൾ അവർ 2-3 പ്രാവശ്യം നോട്ടീസ് അയച്ചു. ഒരു പ്രാവശ്യം അവർ നേരിട്ട് വന്നപ്പോൾ നമ്മുടെ അവസ്ഥ ഞാൻ പറഞ്ഞു. അവർ ആലോചിച്ചിട്ട് നോക്കട്ടെ എന്ന് പറഞ്ഞവർ. ശസ്ത്രക്രിയ വൈകുന്നതിൽ ശാരീരിക അസ്വസ്ഥതകളാൽ ദുരിതമനുഭവിക്കുകയാണ് രാധാകൃഷ്ണൻ. നാട്ടുകാർ സഹായ സംഘം രൂപീകരിച്ചുവെങ്കിലും ശസ്ത്രക്രിയയ്ക്കായുള്ള പണം കണ്ടെത്താനായിട്ടില്ല. ജീവിതത്തിലേക്ക് മടങ്ങിയെത്താൻ ഇനി സുമനസുകളുടെ കൈത്താങ്ങ് മാത്രമാണ് രാധാകൃഷ്ണന്റെ പ്രതീക്ഷ. ജനം, തൃശൂർ.